السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, പ്രിയപ്പെട്ട അധ്യാപകരായ ഡോക്ടർ ഹനീഫ ഹുദവി, അധ്യാപകൻ ഹമീദ് സാർ, അൽക്കലം അക്കാദമി സംഘടിപ്പിച്ച കേട്ടറ്റിൻ്റെ ഫ്രീ വെബിനാറുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ സംഗമിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം PSC എക്സാമുകൾ എഴുതുന്നതിന് മുമ്പ് പല യോഗ്യതകളും സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശിച്ച യോഗ്യതകൾ കൃത്യമായിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് PSC എക്സാം നമുക്ക് എഴുതാനുള്ള പെർമിഷൻ നമുക്ക് ലഭിക്കുന്നു. വോയിസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. നമുക്കറിയാം, അടുത്ത കഴിഞ്ഞ ലാസ്റ്റ് എക്സാമുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേട്ടറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം ഓരോ എക്സാമുകളും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു നിലവിലെ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. കാരണം പലപ്പോഴും നെറ്റ് എക്സാമിന്റെ സ്റ്റാൻഡേർഡിൽ പോലും മാറി വരുന്ന ഒരു സാഹചര്യമാണ്. മുമ്പ് നമ്മുടെ അറബിക് സ്പെഷ്യൽ ഓഫീസർ SCRTയുടെ സഫീർ സാറുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ ഈ വിഷയം അങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് സാറേ ഓരോ പ്രാവശ്യവും കേട്ടറ്റിന്റെ എക്സാം, കേട്ടറ്റ് കാറ്റഗറി 4 ആകട്ടെ 3 ആകട്ടെ, വളരെ പ്രയാസമായിക്കൊണ്ടാണല്ലോ വരുന്നത്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അഫ്ദൽ പ്രിലി ഒക്കെ കഴിഞ്ഞ് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. പല എക്സാമുകളും നെറ്റിന്റെ സ്റ്റാൻഡേർഡിനേക്കാൾ അപ്പുറമുണ്ട്. നെറ്റ് എക്സാം പലപ്പോഴും UGC നടത്തുന്ന എക്സാം അവർ കൃത്യമായി നിശ്ചയിച്ച ആ സിലബസിൽ വരുന്ന ആളുകളെ നമ്മൾ കൃത്യമായി നോക്കിപ്പോയാൽ JRF വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ PSCയും കേട്ടറ്റ് എക്സാമുകളൊക്കെ വലിയ തോതിൽ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി എന്നുള്ളത് നമ്മുടെ കഠിനാധ്വാനം വർദ്ധിപ്പിക്കണം എന്നുള്ളതിന്റെ മേൽ അറിയിക്കുകയും ചെയ്യാം. വെറുതെ പോയിട്ട് കേട്ടറ്റ് എക്സാം എഴുതിയാൽ കിട്ടുന്ന കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഞാനൊക്കെ കേട്ടറ്റ് എഴുതിയ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എഴുതിയിട്ടുണ്ട്. അന്നൊക്കെ വളരെ സിമ്പിളായിരുന്നു. കാരണം നമ്മുടെ ബേസിക് ആയിട്ടുള്ള അറിയുന്ന കാര്യങ്ങൾ വെച്ച് എഴുതിയാൽ തന്നെ കേട്ടറ്റ് 4 ഒക്കെ ലഭിച്ചിരുന്നു. ഒന്നും കൂടുതൽ പഠിക്കണ്ട. നമ്മൾ ഡിഗ്രിക്കാ പഠിച്ച എക്സാം എഴുതിയ എക്സ്പീരിയൻസ് എഴുതി അതുമായി വന്ന് കേട്ടറ്റ് അപ്ലൈ ചെയ്ത് ജസ്റ്റ് എക്സാം പാസ്സാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമുക്കറിയാം, 3 ഏരിയയാണ് മെയിനായിട്ട് കേട്ടറ്റ് എക്സാമുകളിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് പെഡഗോഗിയാണ്, 40 മാർക്കോളം പെഡഗോഗിയാണ്. പിന്നെ നമ്മുടെ ലാംഗ്വേജ് മലയാളം, അത് 30 മാർക്ക്, അറബിക്ക് 80 മാർക്ക്. ഇങ്ങനെ 150 മാർക്കിനാണ് നിലവിൽ എക്സാം നടക്കുന്നത്. ഈ എക്സാമുകളൊക്കെ ഇതില് പെഡഗോഗിയുടെ ഭാഗം എടുത്തു നോക്കിയാൽ, നമ്മളൊരു 5-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് നോക്കിയാൽ അതിലുള്ള ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് പെഡഗോഗിയുടെ ഏരിയകളൊക്കെ വലിയ പ്രയാസമായിട്ട് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഥവാ കൃത്യമായിട്ട് നമ്മൾ BEdനും DLEdനും ഒക്കെ ചേർന്ന് സൈക്കോളജിയിൽ പറയുന്ന ഓരോ തിയറികളും, വിദ്യാഭ്യാസപരമായിട്ടുള്ള തിയറികൾ, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള തിയറികളൊക്കെ കൃത്യമായി അതിൻ്റെ നേതാക്കന്മാരുടെയും അവരുടെ ഡീറ്റെയിൽസ്, അതിന് പുറമെ അവര് പിയാഷ ആണെങ്കിൽ പിയാഷ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ തിയറികൾ ഏതൊക്കെയാണ്,
വൈഗോസ്കി ആണെങ്കിൽ അയാളെ പറ്റിയിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ നെറ്റിന് ചോദിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് അപ്ലിക്കേഷൻ ലെവലിൽ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ SCRT അറബിക് സ്പെഷ്യൽ ഓഫീസർ സഫീർ സാറ് സംസാരിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി, ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് PSC എക്സാം എഴുതാൻ യോഗ്യരായിട്ട് വരുന്നത്. പക്ഷേ നമുക്കറിയാം 1000 അല്ലെങ്കിൽ 3000 4000 ആളുകൾ ഒരു 50 സീറ്റിന് വേണ്ടി പരീക്ഷ എഴുതുമ്പോൾ വളരെ കുറച്ച് ആളുകൾക്ക് കിട്ടുന്ന സമയത്ത് അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ PSCനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോശമായിട്ട് മാറുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത് പോലെ മാക്സിമം ആളുകളെ എങ്ങനെ ഈ PSC എക്സാം എഴുതാതിരിക്കാനുള്ള പണിയെടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് വർഷവും പരീക്ഷ ടൈറ്റായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമാണ് കേട്ടറ്റും ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ മാറിയിട്ടുള്ളത്. കേട്ടറ്റ് 4 ആണെങ്കിൽ ഒന്നുകൂടി വലിയ പ്രയാസം നിറഞ്ഞ, അതിനേക്കാളും പ്രയാസം കേട്ടറ്റ് 3 എന്നുള്ള രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടെ നമ്മൾ പോയാൽ മാത്രമേ കേട്ടറ്റ് വിജയിക്കാനും, കേട്ടറ്റ് വിജയിച്ചാൽ മാത്രമേ നമുക്ക് PSC എക്സാമുകൾ എഴുതാനുള്ള പെർമിഷനും ഉള്ളൂ എന്നുള്ളത് നമ്മൾ ആധികാരികമായിട്ട് ആദ്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ. അപ്പൊ PSC ഒരു സർക്കാർ ജോലി ലഭിക്കുക എന്നുള്ള എല്ലാവരുടെയും സ്വപ്നമാണ്. കാരണം സ്വന്തം നാട്ടില് ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ വീടിന്റെ അടുത്ത് ഒരു പ്രയാസമില്ലാതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മളുടെ മക്കളുടെ മുന്നിൽ പഠിപ്പിക്കാനും, നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത നല്ലൊരു ശമ്പളം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് തുടക്കം മുതൽ തന്നെ ഒരു 36,000 രൂപ ബേസിക് സാലറി തുടങ്ങി ഏകദേശം ഫസ്റ്റ് മാസം തന്നെ ഏകദേശം കയ്യിൽ 40,000 രൂപ TA-യും DA ഒക്കെ കിട്ടി സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം LP-യിലോ അല്ലെങ്കിൽ UP-യിലോ അല്ലെങ്കിൽ ഹൈസ്കൂളിലോ ഒരു അധ്യാപകനായിട്ട് മാറാൻ നിങ്ങൾ ആദ്യം സിറാത്ത് പാലം മുറിച്ചു കടക്കണം സ്വർഗത്തിലേക്ക് കയറുന്നതിന്റെ മുമ്പ് എന്ന് പറഞ്ഞ പോലെ ഈ കേട്ടറ്റ് നമുക്ക് ആദ്യം പാസ്സാവണം. അല്ലാതെ നമുക്ക് എത്ര PSC-കൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും വിളിച്ചാൽ പോലും അതൊന്നും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് യോഗ്യതയില്ല എന്നുള്ളതാണ്. PSC-യിൽ തുളസി ആ സൈറ്റ് നമ്മൾ ഓപ്പൺ ആക്കി നമ്മുടെ പ്രൊഫൈലില് ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ നമ്മൾ PSC-യുടെ ഒരു അപേക്ഷ നോട്ടിഫിക്കേഷൻ വന്ന് അപേക്ഷിക്കുന്ന സമയത്ത് നോട്ട് എലിജിബിൾ എന്ന് കാണിക്കും, കേട്ടിട്ട് നമുക്ക് പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എത്രയോ ആളുകൾ പലപ്പോഴും സങ്കടപ്പെട്ട് വളരെ വിഷമത്തോടു കൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കേട്ടറ്റ് പാസ്സാകാത്തതിന്റെ പേരിൽ ഹൈസ്കൂൾ PSC എഴുതാൻ പറ്റിയില്ല, LP എഴുതാൻ പറ്റിയില്ല, UP എഴുതാൻ പറ്റിയില്ല. എന്നാൽ നമ്മളത് കൃത്യമായ ഒരു ചിട്ടയോടുകൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് വിജയം നൽകും എന്നുള്ളതാണ് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്ത്രീകളാണെങ്കിൽ നമ്മുടെ വീടിന്റെ മുന്നിൽ നമ്മുടെ നാട്ടിൽ ഒരു ജോലി ലഭിച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ, ഭർത്താവ് ഉണ്ടായാലും ഇല്ലെങ്കിലും, വാപ്പയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മക്കളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മൾ മരിക്കുന്നത് വരെ 60 വയസ്സ് വരെയുള്ള ഒരു പ്രായത്തിൽ, ഇന്നത്തെ ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ്സാണല്ലോ, ഈ ഒരു 60 വയസ്സ് വരെ നമുക്ക് ജീവിക്കാനുള്ള മാർഗം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ജോലി എന്നുള്ള രൂപത്തിൽ നമുക്ക് ലഭിക്കാം. ഇത് നമ്മുടെ മുന്നിലുള്ള അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. നമ്മൾ ഈ ഏറ്റവും വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിഗ്രി കഴിയുന്നതോട് കൂടെ തന്നെ ഉടൻ കേട്ടിട്ട് വാങ്ങിയെടുക്കുക, അല്ലെങ്കിൽ അഫ്ദൽ പ്രീ കഴിയുന്നതോട് കൂടെ നമ്മളത് വാങ്ങിയെടുക്കുക. ഓരോ വർഷവും കഴിയുന്നതിനനുസരിച്ച് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ടാണ് മാറുന്നത്. ഇതിൽ ഏറ്റവും പ്രയാസം ചിലപ്പോ ഈ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ആയിരിക്കും. ലാംഗ്വേജ് 30 മാർക്കിനാണ് മലയാളം ഓർ ഇംഗ്ലീഷ്. മലയാളത്തിൽ ഇപ്പോ സാഹിത്യ ഗ്രന്ഥങ്ങൾ അടക്കം നിരവധി ഗ്രന്ഥങ്ങൾ ഒരു മലയാളം PSC എഴുതുന്ന വിദ്യാർത്ഥി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ പോലെ അത്രയും ഡീപ്പായിട്ട് മലയാള ഭാഗത്ത് നിന്ന് ഇന്ന് ചോദ്യങ്ങൾ കേട്ടറ്റിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ അപ്പുറം പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻസ് പല നിലക്ക്, അഥവാ നമ്മുടെ പെഡഗോഗിയുടെ മലയാളം ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെറ്റിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് അതുപോലെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേ ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്ന
പല ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇത് കൃത്യമായി ഒരു ചിന്തയിൽ നിന്ന് ഒരു തുള്ളി തെറ്റിക്കഴിഞ്ഞാൽ, ആൻസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു അംശം തെറ്റുന്നതോടുകൂടെ ആ പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിപ്പോവാണ്. അതിന് പുറമെ നെഹവിയായ അതിന്റെ വശങ്ങളും കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേട്ടൊരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതിന്റെ അപ്പുറം ഏറ്റവും പ്രയാസം അറബിക്കിന്റെ ഒരു ഏരിയ. ഇന്ന് നെറ്റിന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പുതിയ റിവായ നോവലിന്റെ മേഖലകൾ, ആധുനിക സാഹിത്യകാരന്മാര് പുതിയ പുതിയ നോവലുകൾ കൊടുത്തിട്ട് അതിന്റെ ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഓരോ വർഷങ്ങളിൽ അറബ് രാജ്യത്ത് ബൂക്കർ അവാർഡുകൾ നേടിയ അറബ് നോവലുകൾ ഏതൊക്കെ, ഇങ്ങനെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറബിയുടെ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നെഹവ് ആണെങ്കിൽ അതും പുതിയ ഒന്നും കൂടി പഴയ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി അപ്ലിക്കേഷൻ ലെവലിലേക്ക് നെഹവ് മാറിയിട്ടുണ്ട്. സാഹിത്യത്തിൽ അദബിന്റെ മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഡീപ്പായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട യോഗ്യതകൾ നേടിയെടുത്തിട്ടില്ലെങ്കിൽ പരീക്ഷ, അപ്പൊ BEd കഴിഞ്ഞവരെ സംബന്ധിച്ച് ഉടനെ കേട്ടിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്താണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കിട്ടും, ആ വർഷം തന്നെ അവർക്ക് കിട്ടും. നേരെ മറിച്ച് ഈ 4 വർഷം കഴിയാണ്, 5 വർഷം കഴിയാണ്, അത്രയും പ്രയാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ബന്ധവും നമ്മൾ പഠിച്ചെടുത്ത ഓർമ്മകളൊക്കെ നമ്മൾ BEd കഴിയുന്നതോട് കൂടെ കേട്ടിട്ട് 4 അല്ലെ 3 എഴുതിയെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ ഡിഗ്രി കഴിയുന്നതോടുകൂടെ കേട്ടിട്ട് 4 വേഗം കിട്ടുന്നു. പക്ഷെയോ നമ്മൾ മടി പിടിച്ച് 2 മാസം കഴിയട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം എഴുതാ എന്ന് നീട്ടി വെക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ എക്സാം പ്രയാസമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ തീരുമാനിക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി വളരെ 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾക്ക് അൽക്കലം അക്കാദമി ഇവിടെ സംഘടിപ്പിക്കുന്നത്. വളരെ കൃത്യമായ ചിട്ടയോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ എങ്ങനെ നേടി അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ വളരെ കൃത്യമായിട്ട് ഉള്ള ആളുകൾക്ക് വലിയ പ്ലാനിങ്ങോടുകൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠനം സാധിപ്പിച്ചു തരാനും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കുന്ന നിലക്കുള്ള ഒരു ക്രാഷ് കോഴ്സ് ആണ് 30 ദിവസത്തേക്ക് ചെറിയ ഒരു പൈസക്ക് അൽക്കലം അക്കാദമി ഇവിടെ നടത്തുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ വരും. നമ്മൾ ഇത് വേഗം നേടിയെടുക്കുക എന്നുള്ള. ഇന്നും ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഒരുപാട് വർഷങ്ങളായിട്ട് കേട്ടിട്ട് വാങ്ങാനുള്ള ഒരു ആഗ്രഹം, വെബിനാറിൽ എങ്ങനെയായും പങ്കെടുത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പോലെ കൃത്യമായിട്ട് പഠനം ആരംഭിക്കണം എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഹൈസ്കൂൾ, മലപ്പുറം ജില്ലയിലെ ഹൈസ്കൂൾ എക്സാം എഴുതി, നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ആ ഹൈസ്കൂൾ എക്സാം എഴുതിയിട്ട് പലരും BEd കഴിഞ്ഞവരൊക്കെ ആ എക്സാം എഴുതു. അന്നും പല സഹോദരന്മാർക്കും പല കൂട്ടുകാർക്കും ഈ ഒരു ഹൈസ്കൂൾ എഴുതാൻ പറ്റിയിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാലോ, കേട്ടിട്ട് 3 അവർ പാസ്സായിട്ടില്ല, അല്ലെങ്കിൽ സെറ്റ് അവർ പാസ്സായിട്ടില്ല. സങ്കടത്തോടെ പറഞ്ഞു, BEd കഴിഞ്ഞ അന്ന് ശ്രമിച്ചില്ല, ഇപ്പൊ വളരെ പ്രയാസമാണ്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറരുത്. ബിഖദ്രിൽ ഖദ്ദി തുഅതാമാ തറൂമു ഫമൻ റാമൽ മുനാ ലൈലൻ യഖൂമു എന്ന് കവി പറഞ്ഞതുപോലെ നമ്മൾ കൃത്യമായ പ്ലാൻ ചെയ്ത്, ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് പൂർത്തീകരിച്ചാൽ മാത്രമേ അടുത്ത ചവിട്ടടി എന്ന് പറയുന്ന PSCയിലേക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. ഫമൻ റാമൽ മുന, ആ കവി പറയാണ്, ആഗ്രഹമുണ്ട്, കേട്ടിട്ട് നേടിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ലൈലൻ യഖൂമു, ഏതൊരു രാത്രിയിലും നട്ടപ്പാതിര ദിവസങ്ങളും സമയത്തും അവനവന്റെ ഉറക്കൊഴിച്ചുകൊണ്ട് അവൻ ഈ കേട്ടിട്ട് നേടിയെടുക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി അവൻ ഉറക്കൊഴിക്കുകയും ചെയ്യും. വഅയ്യാമൽ ഹദാസതി ഫഅ്തനിംഹാ അലാ ഇന്നൽ ഹദാസത ലാ തദൂമു എന്ന. നിങ്ങൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ യുവത്വ കാലഘട്ടം ഓരോ വർഷവും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധിയും ഓർമ്മയും ഒക്കെ പിറകോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വഅയ്യാമൽ ഹദാസ, സുഹൃത്തെ, നിന്റെ ഏറ്റവും നല്ല ചെറുപ്പകാലം, ആയുസ്സിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ഡിഗ്രി കഴിയുന്നതിന്റെ ഉടനെ അല്ലെങ്കിൽ BEd കഴിയുന്നതിന്റെ ഉടനെ, ആ ഒരു കാലഘട്ടം, നല്ല ആവേശം നിറഞ്ഞ ഓർമ്മകൾ നിറയുന്ന ഈ ഒരു കാലഘട്ടം ഫഅ്തനിംഹ, അതിലെ ദിവസങ്ങൾ നീ വളരെ കരുതലോടുകൂടെ സമ്പാദിച്ചെടുത്തോ. എന്നിട്ട് കവി പറയുന്നത്, അലാ ഇന്നൽ ഹദാസത ലാ തദൂമു, നിനക്ക് ഇന്ന് നൽകുന്ന ഓർമ്മയും ബുദ്ധിയും ചിന്തയും ഇതൊന്നും എന്നും നിലനിൽക്കില്ലട്ടോ. 25 വയസ്സ് കഴിയുമ്പോൾ അതിനേക്കാൾ ഓർമ്മ കുറഞ്ഞു വരിക 26ലേക്ക് പ്രവേശിക്കുമ്പോൾ. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വളരെ പ്ലാനിങ്ങോടുകൂടിയുള്ള ഒരു പഠനത്തിന് വേണ്ടി ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുകയും ഈ 30 ദിവസത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണമായും തയ്യാറാക്കി നിൽക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് കേട്ടിട്ടെന്ന സ്വപ്നത്തിലേക്ക് നിങ്ങളെ അൽക്കലം അക്കാദമി എത്തിച്ചു തരും എന്നുള്ള പൂർണ്ണ ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് പെഡഗോഗിയുടെ ഏരിയയിലേക്ക് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ
ഇതുവരെ നടന്ന എക്സാമുകളുടെ കേട്ടറ്റ് 3-യുടെയും 4-ന്റെയും 50ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പൂർണ്ണമായ ഒരു ഡിസ്കഷൻ നമുക്ക് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അറബിക്കിന്റെ ഏരിയയിൽ ഒരുപാട് വിശാലമായ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ആ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള അറബിക്കിന്റെ ഏരിയയും മെത്തഡോളജി ആകട്ടെ, സാഹിത്യമാകട്ടെ, ബലാഅയാകട്ടെ, അറൂളയാകട്ടെ, നെഹവിന്റെ ഏരിയകളാകട്ടെ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് നോക്കണം. കേവലം നെഹുൽ വാലയുടെ കായികയും ഉദാഹരണങ്ങളും മാത്രം പഠിച്ചാൽ പോരാ. ആ ഒരു ഏരിയയും നന്നായി കവർ ചെയ്ത്, അദബിന്റെ ഏരിയ അതും കൃത്യമായിട്ട് കവർ ചെയ്ത് എല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂടെ പൂർണ്ണമായി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വപ്നം, സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്തു വെക്കാൻ, PSC എന്ന് പറയുന്ന ആ ഒരു എക്സാം എഴുതാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ആദ്യം നേടുകയും അതിനു വേണ്ടി കേട്ടിട്ട് പഠിച്ചെടുക്കുകയും ചെയ്യുക എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മുടെ അൽകലം അക്കാദമിയെ സംബന്ധിച്ചിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിൽ നമ്മൾ നടത്തുന്ന രീതി, അതിന്റെ ഫാക്കൽറ്റീസ്, ഇതിനൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി കൃത്യമായി നമ്മുടെ ഹമീദ് സാർ വരും. നിങ്ങൾക്കൊക്കെ പരിചിതമായ ആളാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഹമീദ് സാർ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള അൽകലം അക്കാദമി ഫാക്കൽറ്റീസ്, പ്രിയപ്പെട്ട കേട്ടറ്റ് എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേട്ടറ്റിനെ കുറിച്ച് അതെങ്ങനെ നേടിയെടുക്കാം, അതിൻ്റെ ആവശ്യകതകൾ, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ ഉദ്ദേശിക്കുന്നത്. വെറുതെ നീട്ടി വലിച്ച് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ സമയം കവർന്നെടുക്കാൻ നാം ഉദ്ദേശിക്കുന്നില്ല. സലീം സാറ് ഇതുവരെ സംസാരിച്ചതിനെ തുടർന്ന് അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന നിലക്ക് അൽകലം അക്കാദമി നടത്താൻ പോകുന്ന കോഴ്സ് എന്താണ്, അൽകലം അക്കാദമി എന്നുള്ള ഒരു ലഘു വിവരണം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അൽകലം അക്കാദമി സംഘടിപ്പിക്കുന്ന കോഴ്സുകൾ PSC അറബിക്ക്, LPS, UPS, അതുപോലെ HSS, HSST, കോളേജിയറ്റ് കോഴ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ കേട്ടറ്റ് അറബിക്ക്, കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4, അതുപോലെ സെറ്റ് അറബിക്ക്, നെറ്റ് JRF അറബിക്ക്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫാക്കൽറ്റികളായിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സലീം ദാരിമി. ഇപ്പം നിങ്ങളോട് സംസാരിച്ചു. അദ്ദേഹം കഴിഞ്ഞ വർഷങ്ങളായി കേട്ടറ്റ്, PSC പോലെയുള്ള കോച്ചിങ്ങുകൾ, ആ കോച്ചിങ്ങുകൾക്ക് നേതൃത്വം നൽകിയൊരു വ്യക്തിത്വമാണ്. സർക്കാർ ജോലി അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് പഠിച്ചിരുന്നത്. അവിടെ വെച്ച് MA അറബിക്ക് റാങ്കോട് കൂടി കരസ്ഥമാക്കുകയും അതുപോലെ കോഴിക്കോട് B.Ed കോളേജിൽ, ഗവൺമെന്റ് B.Ed കോളേജിൽ പഠിച്ച് B.Ed കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അതുപോലെ BA TMG കോളേജിൽ നിന്ന് പഠിച്ചതാണ്. എല്ലാ കോഴ്സുകളും റെഗുലറായിട്ട് തന്നെയാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ സെറ്റ്, കേട്ടറ്റ് പോലെയുള്ള മത്സര പരീക്ഷകളൊക്കെ വിജയിച്ച ഒരു വ്യക്തിത്വമാണ്. നിലവിൽ പല PSC റാങ്ക് ലിസ്റ്റുകളിലും അദ്ദേഹം ഉണ്ട്. മലപ്പുറം UP, അതുപോലെ പാലക്കാട് UP, LP, അതുപോലെ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇതുപോലുള്ള HSA പോലെയുള്ള പല റാങ്കുകളിലുമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ PhD സ്കോളറാണ്. നിലവിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. PTM കോളേജിൽ പാർട്ട് ടൈം ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹയർ സെക്കൻഡറി ലിസ്റ്റിൽ ഞാൻ ഇല്ല കേട്ടോ, ഞാൻ ഹൈസ്കൂൾ ലിസ്റ്റിലാണുള്ളത്. ഹൈസ്കൂളിലാണ് അല്ലേ? ഓക്കെ.
അതുപോലെ മറ്റൊരു ഫാക്കൽറ്റിയാണ് ഡോക്ടർ ഹനീഫ് ഉദവി. അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ്. സലീം ദാരിമി മലപ്പുറം ജില്ലയാണ്. ഹനീഫ് ഉദവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കേരളത്തിലെ പ്രശസ്തമായ അറബിക് യൂണിവേഴ്സിറ്റിയായ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉദവി ബിരുദം കരസ്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ്. അറബി ഭാഷയിൽ നല്ല നൈപുണ്യമുള്ള പണ്ഡിതന്മാരാണ് ഈ ഹുദവികൾ എന്ന് പറയുന്നത്. ഹുദവി അതുപോലെ വാഫി പോലെയുള്ള പണ്ഡിതന്മാർ. പ്രത്യേകിച്ച് കഴിഞ്ഞ ലാസ്റ്റ് ഈ ഇപ്പം അടുത്ത് വന്ന കോളേജിയറ്റ് ലിസ്റ്റ് വളരെ ചെറിയ ലിസ്റ്റാണ്. അതിൽ ഞാനത് ശ്രദ്ധിച്ച സമയത്ത് അതിൽ കൂടുതലും ഈ ഹുദവികളും വാഫികളും അതുപോലെ ഈ അറബി കോളേജുകളിലൊക്കെ പഠിച്ച ആളുകളൊക്കെയാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ലാംഗ്വേജിന്റെ വിഷയത്തിൽ വളരെ പ്രാപ്തരായ, അതുപോലെ ട്രാൻസ്ലേഷൻ ഫീൽഡിലൊക്കെ വലിയ വലിയ കമ്പനികളിലും ഒക്കെ ജോലി ചെയ്യുന്ന നിരവധി ഹുദവികൾ നമുക്ക് കാണാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഹുദവി കോഴ്സ് കഴിഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തുർക്കി ഗവൺമെന്റിന്റെ ഫെലോഷിപ്പോട് കൂടി തുർക്കിയിലെ നജ്മുദ്ദീൻ എംബാർക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ്. MA അറബിക്ക്, BA അഫ്സലുല്ലമ, BA ഇംഗ്ലീഷ്, അതുപോലെ കാസർഗോഡ് ലിസ്റ്റിൽ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. കൂട്ടത്തിൽ വിനീതനായ ഞാനും ഹമീദ് നിസാമി. ഞാൻ വയനാട് സ്വദേശിയാണ്. നിലവിൽ PhD സബ്മിറ്റ് ചെയ്തു. TMG കോളേജിലാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള TMG കോളേജിലാണ് റിസർച്ച് സബ്മിറ്റ് ചെയ്തത്. നെറ്റ് ക്വാളിഫൈഡ് ചെയ്തതാണ്. മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പോട് കൂടിയാണ് PhD ചെയ്തിരുന്നത്. നിലവിൽ അൽഹംദുലില്ലാ PSCയുടെ റാങ്ക് ലിസ്റ്റുകളിലുണ്ട്. മലപ്പുറം, പാലക്കാട്, കോട്ടയം, കാസർഗോഡ്, അതുപോലെ കണ്ണൂർ UPSC ഒക്കെ ലിസ്റ്റുകളിലുണ്ട്. അപ്പൊ നമ്മൾ 3 പേരാണ് നിലവിൽ ഇതിന്റെ ഫാക്കൽറ്റികളായിട്ടുള്ളത്. അതുപോലെ നമുക്ക് മലയാളം അതുപോലെ ആവശ്യമുള്ള വിഷയങ്ങൾക്ക് നമ്മൾ വേണ്ട രീതിയിലുള്ള ഫാക്കൽറ്റികളെ ആ ഒരു സമയത്ത് നിശ്ചയിക്കും ഇൻഷാ അല്ലാഹ്. നമ്മൾ നിലവിൽ നടത്തിയ കോഴ്സുകൾ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇനി കുറഞ്ഞ സമയം കൊണ്ട് നാം എങ്ങനെ ഈ കോഴ്സ് നടത്തും, അതിനെ കൊണ്ട് എന്താണ് കാര്യം എന്നൊക്കെ ആലോചിക്കുന്നവരുണ്ടാവും. പലരും പല സ്ഥലങ്ങളിൽ പഠിക്കുന്നവരുണ്ടാവും. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത കഴിഞ്ഞ ഇപ്പൊ അടുത്തൊരു UPS എക്സാം നടന്നിരുന്നു. അതുപോലെ അതിന് കുറച്ച് മുമ്പ് ഒരു LPSA നടന്നിരുന്നു. അപ്പോൾ ആ 2 എക്സാം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു 40 ദിവസത്തെ തീവ്ര പരിശീലനം നടത്തിയിരുന്നു. വളരെ നല്ല രീതിയിൽ വളരെയധികം ഉദ്യോഗാർത്ഥികളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കാൻ സാധിച്ചു. നമ്മൾ ലൈവായിട്ട് ക്ലാസ്സുകൾ കൊടുത്തു. ഗൂഗിൾ മീറ്റ് വഴി ദിവസേന ക്ലാസ്സുകൾ കൊടുത്തു. അതുപോലെ ആ ക്ലാസ്സുകളുടെ നോട്ട്സ് അവർക്ക് അയച്ചു കൊടുത്തു. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ PDF നോട്ട്സ് അയച്ചു കൊടുത്തു. അതുപോലെ സിലബസ് മുഴുവനും കവർ ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, നേരത്തെ സലീം ദാരിമി പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സര പരീക്ഷകളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ ഈ ഒരു ബാച്ചിന് നമ്മളത് ഫ്രീ ആയിട്ട് കൊടുത്തു. മറ്റൊരു ബാച്ചിന് അതൊരു കോഴ്സായി നടത്തുകയും ചെയ്തു. അതുപോലെ എക്സാം എങ്ങനെ എഴുതണം, അതിൻ്റെ ടിപ്സ്, ഓറിയന്റേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഈ PYQ ഡിസ്കഷൻ മാത്രം വെച്ചുകൊണ്ട് ഒരു 20 ദിവസത്തെ കോഴ്സ് നമ്മൾ നടത്തിയിരുന്നു. നല്ല രീതിയിലുള്ള പ്രതികരണം പല ഉദ്യോഗാർത്ഥികളുടെ കയ്യിൽ നിന്നും വന്നിരുന്നു. അപ്പൊ അതിൽ നമ്മൾ 100 രൂപ ഫീസാണ് അതിന് വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ ഈ 40 ഡേയ്സ് കോഴ്സിന്റെ ആ ഉദ്യോഗാർത്ഥികൾക്ക് ഫ്രീ ആയിട്ടും ഇവർക്കൊരു 100 രൂപ വാങ്ങിയിട്ട് എക്സ്ട്രാ ആ കോഴ്സിൽ ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുത്തൊരു കോഴ്സായിരുന്നു ഇത്. ഇതും വളരെ രീതിയിൽ നല്ലൊരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം അടുത്ത എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് പലരും അതിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് നെറ്റ് JRF അറബിക്ക്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു മാസത്തെ തീവ്ര പരിശീലനമാണ്. നമുക്ക് വേണ്ട രീതിയിൽ അതിന് നോട്ട്സും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മളൊരു വെബിനാർ നടത്തിയിരുന്നു. നിലവിലിപ്പോൾ 4 ജില്ലകളിലായിട്ട് PSC വിളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, കാസർഗോഡ്, അതുപോലെ പാലക്കാട്. അപ്പൊ അവിടെ
പിന്നെ ഇനിയിപ്പോൾ അപേക്ഷ കൊടുക്കാൻ ജൂൺ 16 വരെ അങ്ങനെ അതിൻ്റെ സമയമുണ്ട്, ജൂൺ പകുതി വരെ സമയമുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് നമ്മളൊരു കോഴ്സ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 900 രൂപ, 899 രൂപ ഫീ വെച്ചിട്ടാണത് നടത്താൻ പോകുന്നത്. അത് ഇൻഷാ അള്ളാ ഈ ജൂണിൽ അതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇതിനെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ കാറ്ററ്റ് കാറ്റഗറി 3 and 4 30 days ക്രാഷ് കോഴ്സ്. അപ്പൊ ഇത് ഇനി അറിയാം, നമുക്കിനി ഒരു മാസത്തെ കാലാവധിയാണുള്ളൂ. അപ്പോൾ സലീം സാറ് നിങ്ങളോട് സംസാരിച്ചു, പഠിക്കാതെ എന്തായാലും നമുക്ക് കിട്ടില്ല, വെറുതെ അപേക്ഷ ഫീസ് പോവുക എന്നല്ലാതെ നമുക്കത് കിട്ടില്ല. അപ്പോൾ അൽക്കലം അക്കാദമി ഇൻഷാ അല്ലാഹ് ഈ കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഡെയിലി ഓൺലൈൻ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം അതിൻ്റെ റെക്കോർഡിങ് നിങ്ങൾക്ക് ലഭ്യമാകും. അഥവാ ബൈ ചാൻസിന് ഓൺലൈനിൽ വരാൻ പറ്റാത്തവർക്കൊക്കെ, അല്ലാത്തവർക്ക് ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു റെക്കോർഡിംഗ് ക്ലാസ് ഉപയോഗപ്പെടുത്താം. അതുപോലെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ്, പിന്നെ PYQ ഡിസ്കഷൻ. സലീം സാർ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കൈകളിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ, അത് എക്സാം ഏത് രീതിയിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ യൂണിറ്റ് ടെസ്റ്റ്, ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സാം നടത്തപ്പെടും. പിന്നെ നിങ്ങൾക്ക് PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ, നിങ്ങൾ ഇതിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇൻഡിവിജ്വൽ അറ്റൻഷൻ. പല കോഴ്സുകളും കൊടുക്കാത്ത ഒന്നാണത്. പലരും പിന്നെ ഈ കോച്ചിങ് നടത്തുമെന്നല്ലാതെ അവർ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാറില്ല. അപ്പോൾ അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കും. ആ ഒരു വിഷയം നമ്മുടെ ഈ പാക്കേജിൽ, ഈ കോഴ്സിൽ ഉണ്ടാവും. മോട്ടിവേഷൻ സെഷൻ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യും. ഇപ്പോൾ അറബി ആണെങ്കിൽ അറബിക്ക്, അതുപോലെ അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം, അതുപോലെ സൈക്കോളജി പോലെയുള്ള എല്ലാ വിഷയങ്ങളും അതിൽ ഉണ്ടാവും. ഫീസ് നമ്മൾ 899 രൂപ മുമ്പ് പറഞ്ഞിരുന്നു, കുറച്ച് മുമ്പ്. പക്ഷെ നമ്മളത് മാറ്റി. ഇപ്പോൾ ഇനി ഒരു മാസത്തെ കോഴ്സാണല്ലോ, അപ്പോൾ 699 രൂപ മാത്രമേ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ. മറ്റ് കോച്ചിങ് ഫീസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. എങ്കിലും പിന്നെ ഇത്ര ചെറിയൊരു എമൗണ്ടിൽ ഈ ഒരു മാസത്തെ കോഴ്സ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലഭിക്കുന്നതായിരിക്കും. ഏതായാലും നമ്മൾ ഉറപ്പ് തരാണ്, നമ്മുടെ ക്ലാസ്സുകളും മറ്റൊക്കെ നോട്ട്സൊക്കെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. അപ്പം ഇത്രയുമാണ് നമ്മുടെ അൽക്കദം അക്കാദമിയെ കുറിച്ച് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് സലീം ഡോക്ടർ ഹനീഫ് ഉദവി സാറ് നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതുമായി ബന്ധപ്പെട്ട ഏകദേശം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സിലബസ് അതിന് പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതി സിലബസ് ലഘുവായിട്ടൊന്ന് പരിചയപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സലീം സാറും മറ്റ് ഫാക്കൽറ്റീസൊക്കെ അതിന് മറുപടി പറയും. സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? നേരത്തെ സലീം സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരീക്ഷയുടെ ഒരു ഘടന അല്ലെങ്കിൽ അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ പാർട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കൗമാര മനഃശാസ്ത്രം, പഠന സിദ്ധാന്തങ്ങൾ അഥവാ തിയറീസ്, അധ്യാപന അഭിരുചി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഒന്നാമത്തെ പാർട്ടിയുള്ളത്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അത് 40 ചോദ്യങ്ങൾ, 40 മാർക്കിന്റെ 40 ചോദ്യമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒന്നാം ഭാഷ അഥവാ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭാഷ സെലക്ട് ചെയ്യാം. മലയാളം, തമിഴ്, കന്നഡ, ഇംഗ്ലീഷ്. അപ്പം ഏതിലാണോ നമുക്ക് പ്രാവീണ്യം ഉള്ളത് അത് എടുക്കാം. കാരണം നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ ചിലപ്പോൾ മലയാളം എടുത്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. മലയാളത്തിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതൽ നന്നാവുക.
അപ്പൊ അതിൽ ഒരു 30 ചോദ്യങ്ങൾ ഉണ്ടാവും, 30 മാർക്കിന് ഉണ്ടാവുക. പിന്നെ മൂന്നാമതാണ് നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ അറബിക് ആണെങ്കിൽ അറബിക്കിലുള്ള ഏകദേശം 80ഓളം ചോദ്യങ്ങൾ അറബിയിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അതിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ പറയാം. 50 ചോദ്യം അറബിയിലും അതിൽ തന്നെ 30 അറബി തദ്രീസ് ലുഗയുമായി ബന്ധപ്പെട്ട് അതോ പെഡഗോജിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ മൊത്തത്തിൽ 150 ചോദ്യമാണ് ഉണ്ടാവുക. ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു പകുതിയിലധികം, ഒരു 80-നടുത്ത് മാർക്ക് നമുക്ക് വേണം. 83 തോന്നുന്നു. സലിം സാറെ കറക്റ്റ് അല്ലേ? 82 83 മാർക്കല്ലേ വേണ്ടത്? ഒബിസിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യോ? 82. 82. ഓക്കെ. അപ്പോ ഇത് കഴിഞ്ഞ കേഡറ്റിന്റെ റിസൾട്ട് വന്നപ്പോഴൊക്കെ ഒരുപാട് ആളുകളുടെ ഒരു പരാതിയായിരുന്നു, 81 മാർക്ക് കിട്ടി, 80 മാർക്ക് കിട്ടി എന്നൊക്കെ. ഇങ്ങനെ ഒരു ബോർഡർ ലൈനിലൊക്കെ ഒരുപാട് ആളുകൾക്ക് കേഡറ്റ് മിസ്സാകുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാൻസ് ആണ്. 80 മാർക്ക് മാത്രമേ വാങ്ങണ്ടുള്ളൂ, 82 മാർക്ക് മാത്രമേ വാങ്ങണ്ടുള്ളൂ. 150-ൽ അത്രയും നമുക്ക് അവസരമുണ്ട്. 150-ൽ നിന്ന് 82 മാർക്ക് മാത്രം വാങ്ങിയാൽ മതി. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. അതിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, അറബിക്കിന്റെ ഒരു വിഷയം വരുന്നതെന്ന് വെച്ചാൽ അറബി 50 ചോദ്യമാണെന്ന് പറഞ്ഞ്. അപ്പൊ അതില് ഓരോന്നിന്റെയും മവാത്ത് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത് ഏകദേശം ഒരു ലുഗത്തുൽ അറബിയ, അതിന്റെ താരീഖ്, അസറുൽ ജാഹിലി, ഇസ്ലാമി, അസറുൽ ഹദീസ് വരെയുള്ള കാര്യങ്ങൾ. അത് ഏകദേശം ഒരു 10 ചോദ്യം ഉണ്ടാവും. 10 ചോദ്യം ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. പിന്നെ ഖുർആൻ, ഹദീസ്, ആയത്തുകൾ തരിക, ഹദീസുകൾ, അതുപോലുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ 5 ചോദ്യം ഉണ്ടാവും. അതുപോലെ പിന്നെ ഓരോ ഫിക്റകൾ തന്നിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു പാരഗ്രാഫ് ഒക്കെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു 10 ചോദ്യം ഉണ്ടാവും. അതുപോലെ നെഹ്വ്, സർഫ്, ബലാഗ, അറൂദ്, ഇതിൽ നിന്നൊക്കെ ഏകദേശം ഒരു 15ഓളം ചോദ്യം ഉണ്ടാവും. പിന്നെ നമ്മൾ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള അറബി ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യങ്ങൾ, അതിലുള്ള കവികൾ, അതിലുള്ള പാഠങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് അറബിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ രണ്ടാമത് അറബിയിലുള്ള ഒരു ഇതാണ് ഇസ്മുസാനി, 30 ചോദ്യമാണ്. അത് ഇൽമു തർബവി ലി തൻമിയത്തിൽ ലുഗ, പെഡഗോജി ഓഫ് ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു ഭാഗം. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പെഡഗോജിയുടെ വിവിധ ഭാഗങ്ങളുണ്ട്. ദിറാസ, പിന്നെ മഹാറാത്തുൽ ലുഗവിയ്യ, തുറുഖു തദ്രീസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് സെക്കൻഡ് ലാംഗ്വേജ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ മനഃശാസ്ത്രത്തിന് പുറമെ രണ്ടാമതൊരു സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. സെക്കൻഡ് ലാംഗ്വേജിൽ ഗദ്യം, പദ്യം, അതുപോലെ ഇതൊക്കെ 5 മാർക്ക്. പിന്നെ ആശയവിനിമയം, വാക്യശുദ്ധി, പദപ്രയോഗം, പിന്നെ ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ്, പലതും ചോദിക്കാറുണ്ട്. കുറെ നോവലുകളെ കുറിച്ച്, കഥകളെ കുറിച്ച്, പിന്നെ കവികളെ കുറിച്ചൊക്കെ ചോദ്യം വരാറുണ്ട്. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, പിന്നെ ഗ്രാമർ പാർട്ട് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതൊക്കെയാണ് മലയാളം എടുക്കുകയാണെങ്കിൽ. ഇനി ഇഷ്ടമുള്ള വിഷയം എടുക്കാം. ഇനി ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഇതും കോംപ്രിഹെൻഷന് 10 മാർക്ക്. അത് നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ. അത് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. അതുപോലെ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജ്, അതിൽ പിന്നെ കോംപ്രിഹെൻഷൻ നോക്കുമ്പോൾ വൊക്കാബുലറി, ഗ്രാമർ, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻ, ഇതൊക്കെ അതിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആന്റോണിം, സിനോണിം ഒക്കെ പോലുള്ള, അല്ലെങ്കിൽ ഗ്രാമർ, ടെൻസ് ഒക്കെ അടക്കമുള്ള സെന്റൻസ് സ്ട്രക്ചർ, പാസീവ് വോയിസ്, റിപ്പോർട്ടിംഗ്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻ, അത് പിന്നെ ഡയലോഗ്, പിന്നെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കൽ, പെർമിഷൻ ചോദിക്കുക, കമ്മ്യൂണിക്കേഷന്റെ സ്പോക്കൺ ആൻഡ് റിട്ടൺ ഫോംസ്, ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മൊത്തത്തിൽ ഇതാണ് നമ്മുടെ കേട്ടറ്റിന്റെ ഒരു സിലബസ്. ഇൻഷാ അല്ലാഹ് ക്ലാസിന്റെ സമയത്ത് നമുക്ക് വിശദമായിട്ട് അതിന്റെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിന്റെ PYQ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കേട്ടറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, വളരെ ഷോർട്ടായിട്ട് ചോദിക്കാവുന്നതാണ്. നിലവിൽ കേട്ടറ്റ് എഴുതിയവരുണ്ട്, 1-2 പ്രാവശ്യമായിട്ട് എഴുതിയിട്ട്.
ഓക്കെ, BVMH ചോദ്യം ചോദിച്ചോളൂ, ചോദിക്കാനുണ്ടെങ്കിൽ. അസ്സലാമലൈക്കും മനസ്സിലാവും. സർ, ക്ലാസ്സിന്റെ ടൈമൊക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ നിലവിലിപ്പം ക്ലാസ്സിന്റെ ടൈമുകൾ ഫിക്സ് ചെയ്യുന്ന വെച്ചാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു പോൾ ഇട്ടിട്ട് എല്ലാവരുടെയും ഒരു അഭിപ്രായം നോക്കിയിട്ട് ഏത് സമയമാണ് എല്ലാവർക്കും സ്യൂട്ട് ആവുക എന്നുള്ളത് നോക്കിയിട്ട് ഒരു ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നോക്കിയിട്ടാണ് മിക്കവാറും ക്ലാസ് സമയം സെലക്ട് ചെയ്യാറുള്ളത്. ഇപ്പൊ നിലവിലിപ്പം PSC ക്ലാസ് നടക്കുന്നുണ്ട്, അല്ലെ, നെറ്റിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്, ഇനി PSCയും തുടങ്ങും. അപ്പൊ ഈ ക്ലാസ്സുകളൊന്നും ക്ലാഷ് ആവാത്ത രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും സൗകര്യമുള്ള ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ നിലവിൽ 7:30 എടുക്കുന്നുണ്ട്, 9 മണിക്കൊക്കെ എടുക്കുന്നുണ്ട്. നോമ്പിന്റെ സമയത്തൊക്കെ നമ്മൾ രാവിലെ 6 മണിക്കൊക്കെ എടുത്തിരുന്നു. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യും ഇൻഷാ അള്ളാ. ക്ലാസ് റെക്കോർഡഡ് ആണ്, അത് നഷ്ടപ്പെടൂല. ഇനിയിപ്പോ ഒരു സമയം കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ച് ബേജാറ് വേണ്ട. എല്ലാ ക്ലാസ്സുകളും ഇൻഷാല്ല റെക്കോർഡഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും, നോട്ട്സും അയച്ചു തരും ഓരോ ദിവസവും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹനീഫ് സാറേ, ഞാൻ ലെഫ്റ്റ് അടിക്കട്ടെ. ഓക്കെ. ക്ലാസ് ഉണ്ട് നെറ്റിന്റെ. ഓക്കെ. പിന്നെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു, മറന്നു പോകരുത്. പിന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാവരും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതിന്റെ അപേക്ഷയുടെ ടൈമൊക്കെ ഓൾറെഡി കഴിഞ്ഞാണല്ലോ. ഇനിയിപ്പം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന തീയതി ജൂൺ 3 എക്സാമിന്റെ ടൈം ഇതാ, കാറ്റഗറി 3 ആണെങ്കിൽ 23/6/2024, ഇതാ ജൂൺ 23 ഞായർ 10 to 12:30 2.5 മണിക്കൂർ ദൈർഘ്യമാണ്. കാറ്റഗറി 4ഉം അതേ ദിവസം തന്നെയാണ്, പക്ഷെ 2 മണി to 4:30. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം ചോദിക്കുന്നുണ്ട്. സലീം സാർ എന്തെങ്കിലും പറയാനുണ്ടോ? അതിൽ ഓരോ പ്രാവശ്യം അതിന്റെ പാറ്റേൺ മാറുന്നുണ്ട്. എന്നിരുന്നാലും പെഡഗോജി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം 30 മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറബിയിൽ നിന്നും ചോദിക്കുന്നുണ്ട്. അതിന് പുറമെ മനഃശാസ്ത്രം എന്നുള്ള രീതിയിൽ അതും ചോദിക്കുന്നുണ്ട്. പെഡഗോഗിയിലാണ് പലപ്പോഴും മാർക്ക് നഷ്ടപ്പെടല്, അതാണ് വിഷയം. നമ്മൾ നന്നായി ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഏരിയ കൂടിയാണ് പെഡഗോഗി. അത് മാക്സിമം നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്താൽ തന്നെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കുറെ മാർക്ക് അങ്ങനെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ എന്നാലും പുതിയ കുറെ ക്വസ്റ്റ്യൻസ് പുതിയ രീതിയിൽ ഓരോ എക്സാമിനും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വാക്ക്, ഒരൊറ്റ നെഹവിന്റെ ഒരു കെലിമത്ത് ലാ യൂത്തബ്രു അല്ലെങ്കിൽ യൂത്തബ്രു എന്നുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു വിഷയം പൂർണ്ണമായിട്ട് ആശയം മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് പെഡഗോഗിയിലെ അധിക ക്വസ്റ്റ്യനും എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. വളരെ സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ, നമ്മളൊന്ന് ചിന്തിച്ചാൽ ലഭിക്കുന്ന ആൻസർ ആയിരിക്കും പലതും. പക്ഷെ നമ്മുടെ പൂർണ്ണമായ ആ ഗ്രഹണം ആ ഗ്രഹം നമ്മൾ വായിച്ചത് പൂർണ്ണ നിലക്ക് ആകാത്തത് കൊണ്ട് എന്ത് ചെയ്യാണ്, പലപ്പോഴും ക്വസ്റ്റ്യന് തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമുള്ളത്. അതുപോലെ നെഹ്വൊക്കെ പ്രാധാന്യമുള്ളതാണ്. അതൊക്കെ അവിടെയൊക്കെയാണ് മാർക്ക് വ്യത്യാസപ്പെടുക. ലിറ്ററേച്ചറൊക്കെ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ചു പോയാൽ നമുക്ക് കിട്ടും. പക്ഷെ നെഹ്വ്, ബലാഗ പോലുള്ള മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ തീരൂ. അത് നമ്മുടെ PSCയിലൊക്കെ ഏറ്റവും കൂടുതൽ പുതിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത് നെഹ്വിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അവസാനം കഴിഞ്ഞ UP എക്സാമിൽ ഏകദേശം 27ഓളം ചോദ്യം നെഹ്വിൽ നിന്നായിരുന്നു വന്നത്. ഈ നെഹ്വിന്റെ ഏതൊക്കെ പാർട്ടിന്നാ വരുന്നത് എന്ന് പറഞ്ഞേക്കാം? അതായത് സിലബസ് അത് എടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് എടുക്കും. അത് പിന്നെ സിലബസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നെഹ്വുൽ വാദിയുടെ 1-2 ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, അല്ലേ സലീം സാറേ? സലീം സാറ് അല്ലേ? എന്താ പറഞ്ഞേ? നെഹ്വ് ഏത് ഭാഗത്തു നിന്നാണ് വരിക എന്ന് ചോദിച്ചു. അപ്പൊ ഏകദേശം നെഹ്വ് സത്യത്തിലേ ഇപ്പൊ പല എക്സാമുകളിലുള്ള നിലവിലുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഈ ഒന്ന് അപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറി വളരെ നെഹ്വൊക്കെ ഒന്നും കൂടി മൈന്യൂട്ട് ആയിട്ട്
നമ്മൾ കായികയും ഉദാഹരണം പഠിച്ചെക്കുക എന്നുള്ളതിന്റെ അപ്പുറം ഏറാബ് മനസ്സിലാക്കി ഫെയിലാണ് ഇത്, ഒരു സെന്റൻസ് പറയുമ്പോൾ ഫായിലാണിത്, അല്ലെങ്കിൽ ഇത് മുലാഫാണ്, ഇത് മുലാഫിലേഹിയാണ് എന്നുള്ള നമ്മൾ കൃത്യമായിട്ട് സാധാരണ പറയാറുണ്ട്. തെർക്കീബ് നോക്കി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ രൂപത്തിൽ പഠിച്ചിട്ട് നെഹവ് പോകേണ്ടി വരും. പിന്നെ സിലബസിൽ കൊടുത്ത ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ പല എക്സാമിലും ഇപ്പോൾ നെഹവുൽ വാളി ആദ്യത്തെ 3 വാള്യങ്ങളൊക്കെയാണ് മാക്സിമം ചോദ്യങ്ങൾ വരാറുള്ളത് സിലബസിൽ കൊടുത്തിട്ടുണ്ടാകുന്നതും അത്രയും ഏരിയകൾ മാത്രമാണ്. പക്ഷേ നിങ്ങൾ ലാസ്റ്റത്തെ PSC എക്സാമുകൾ ഹൈസ്കൂൾ ആകട്ടെ മറ്റു എക്സാമുകളൊക്കെ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ 6ാമത്തെ വാള്യത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്യുക, അവർ പറഞ്ഞ സിലബസ് കവർ ചെയ്യുകയും അതിന് പുറമെ നമ്മൾ പ്രീവിയസ് PYQ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൽ ഏതൊക്കെ ഏരിയകൾ സിലബസിന് പുറമെ വന്നിട്ടുണ്ട് ആ ഭാഗം കൂടി നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നാൽ നമുക്ക് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരാൾ ചോദിച്ചിരിക്കുന്നത്, ഇപ്പൊ ഇതുവരെ ഒന്നും പഠിക്കാത്തവർ ഇനി നോക്കിയാൽ കിട്ടുമോ എന്നാണ്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? സുബൈദ സുബി അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഈ വർഷം അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. ഈ വർഷം അതെ. അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെ, ഒരു അതെ. മാസം കൃത്യമായി നിങ്ങൾ നല്ലൊരു സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഷുവറായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യും. മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻഷാല്ല നമ്മൾ ഷെയർ ചെയ്ത് തരും. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം 1 മണിക്കൂർ ആവാൻ പോവുകയാണ്. നിങ്ങൾ ഇൻഷാല്ല ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ട് പേഴ്സണലായിട്ട് ചോദിക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളാകട്ടെ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ എക്സാം എഴുതാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇൻഷാല്ല നമ്മുടെ അക്കാദമിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവരിലേക്കൊക്കെ ഈ വിഷയം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. മറ്റുള്ളവരൊക്കെ വലിയ എമൗണ്ട് വാങ്ങുമ്പോൾ വളരെയധികം ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ടാണ് അൽക്കലാം അക്കാദമി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. പിന്നെ കൂടുതൽ ആളുകളെ ചേർക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം നമ്മൾ ചേർന്ന ആളുകളെ ഇൻഷാല്ല മാക്സിമം നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത് ആ ഒരു ഗ്യാരണ്ടി കൂടി നിങ്ങളിലേക്ക് നൽകുകയാണ്. അതാണിപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ 100ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ PSC പഠിതാക്കളായിട്ട് കഴിഞ്ഞ LPയിൽ ജോയിൻ ചെയ്ത് അവർ പഠനം പൂർത്തീകരിച്ചവരുണ്ട്. ഇൻഷാല്ല അവരിലുള്ള വിശ്വാസം ഞങ്ങൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. ആ നിലക്ക് തന്നെ ഇൻഷാല്ല ഇനിയും മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ചേർന്ന PSC എക്സാം എഴുതാൻ UPക്കൊക്കെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അതിന്റെ വെബിനാർ ഇന്നലെ വിശാലമായി 150ഓളം ആളുകൾ പങ്കെടുത്തൊരു വെബിനാർ ഇന്നലെ നടന്നു. അതിൽ കുറച്ച് ആളുകളൊക്കെ ചേർന്നിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു PSC ക്ലാസ് കൂടിയാണ് ഇനി UPക്ക് വേണ്ടി. ഏകദേശം 4-5 മാസം നല്ലൊരു സമയമുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സുകളും റെക്കോർഡഡ് ആയിട്ടും പ്രിന്റഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഇൻഷാല്ല നൽകും. അവരിലേക്കൊക്കെ നിങ്ങൾ ഈ വിഷയം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താം. അടുത്ത എക്സാമിന് നോട്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് വർഷത്തിൽ 2 തവണയാണ് നടക്കാറുള്ളത്. അപ്പൊ ഇപ്പം ഈ വർഷത്തെ ആദ്യത്തേത് കഴിഞ്ഞു. ഇനി അവസാനത്തോടെ ഏകദേശം ഒരു സെപ്റ്റംബറിന്റെ ഒരു സമയത്തൊക്കെ ആയിട്ട് അടുത്ത നോട്ടിഫിക്കേഷൻ വരുമായിരിക്കുമല്ലോ സാറേ? ഇൻഷാല്ലാ അങ്ങനെ തന്നെ വരും. അത് കൃത്യമായിട്ട് നമ്മളെ ഗ്രൂപ്പിൽ അറിയിക്കും. നമ്മുടെ അൽക്കലം അക്കാദമിയുടെ ഗ്രൂപ്പിൽ നിങ്ങളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. കേട്ടറ്റിന്റെ വേറെ ഉണ്ട്, PSCക്ക് സെപ്പറേറ്റ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ. അതിൽ ഇൻഷാല്ലാ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷനും വിവരങ്ങളൊക്കെ അറിയിക്കും. നമ്മുടെ ക്ലാസ് കേട്ടറ്റ് കിട്ടാതെ സുബൈദ ടീച്ചർ ഒരിക്കലും PSCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. ലാസ്റ്റ് ടൈം ആണെങ്കിൽ പോലും PSCയുടെ വെരിഫിക്കേഷന്റെ സമയത്ത് അത് അവർ പരിശോധിക്കും. നമ്മളെ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ് അവർ നോക്കും. അപ്പോൾ അത് അവർ ക്യാൻസൽ ചെയ്യും. നമ്മളിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എത്ര മുന്നിൽ വന്നിട്ട് കാര്യമില്ല, സർട്ടിഫിക്കറ്റ് അവർ കൃത്യമായി വെരിഫൈ ചെയ്യും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ചോദിക്കാവുന്നതാണ്. വൈൻഡപ്പ് ചെയ്യല്ലേ സാറേ? ഇൻഷാല്ലാ ആയിക്കോട്ടെ. ഓക്കെ.
ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും അൽക്കലം അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ ഒരു കേട്ടറ്റ് എന്നുള്ള ഒരു കടമ്പ നമുക്ക് കടക്കാം. അതിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണയും സഹായവും നമ്മൾ കഴിവിന്റെ പരമാവധി വാഗ്ദാനം ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതിൽ സംസാരിച്ച നിങ്ങൾക്ക് മോട്ടിവേഷനൊക്കെ എടുത്തു തന്ന സലീം സാറിനെയും അതുപോലെ അൽക്കദം അക്കാദമിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഹമീദ് സാറിനൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.